ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. റവ ഇഡ്ഡലിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ആദ്യം നമുക്ക് റവയൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾ ഓയിലാണ് ഒഴിക്കുന്നത്. ഈ എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് കടുകൊന്ന് ചേർക്കണം. ഏകദേശം 1/2 ടീസ്പൂൺ കടുകാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും 1/2 ടീസ്പൂൺ തന്നെ കടലപ്പരിപ്പും ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. തീ ഏറ്റവും കുറച്ച് വയ്ക്കണം, ഇത് കരിഞ്ഞു പോകരുത്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു നുള്ള് കായം പൊടിച്ചതാണ് ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് വളരെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ്, ഒരു പച്ചമുളക് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അടുത്തതായിട്ട് നമുക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. ഇത് 250 ml കപ്പാണ്. ഇത് 4 മുതൽ 5 മിനിറ്റ് വരെ ഒന്ന് ഈ റവ റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനിയിപ്പോൾ നിങ്ങൾ വറുത്ത റവയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു 2 മുതൽ 3 മിനിറ്റ് വരെയെങ്കിലും ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു വലിയ ബൗളിലേക്ക് ഇത് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചേരുവകളും കൂടി ഒന്ന് ചേർക്കാനുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് 1/2 കപ്പ് തൈരാണ് ചേർക്കുന്നത്. 1 കപ്പ് റവയ്ക്ക് 1/2 കപ്പ് തൈരാണ് ചേർത്തത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിക്കണം. ആദ്യം തന്നെ കൂടുതൽ വെള്ളം എടുത്ത് ഒഴിക്കരുത്. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളമാണ് ചേർത്തത്. കുറച്ച് മല്ലിയിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നന്നായിട്ട് ഇതിപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് ഒരു 15 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കണം. 15 മിനിറ്റിന് ശേഷം ആവശ്യമെങ്കിൽ നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിത് അടച്ചൊന്ന് മാറ്റി വയ്ക്കുകയാണ്. ഇപ്പോൾ ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിക്കുകയാണ്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാടങ്ങ് ലൂസായി പോകരുത്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ ഉണ്ടാവേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് ഈനോ ഫ്രൂട്ട് സോൾട്ട് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണിനടുത്താണ് ഞാൻ ചേർക്കുന്നത്. ഇതാണ് ഈനോ ഫ്രൂട്ട് സോൾട്ട്. ഈനോ ചേർത്ത് കഴിഞ്ഞാൽ കൂടുതൽ സമയം വെക്കരുത്. ഇത് പെട്ടെന്ന് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് ഇത് ഇഡ്ഡലി തട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഇഡ്ഡലി തട്ടിലേക്ക് ഒരല്പം എണ്ണയൊന്ന് പുരട്ടി കൊടുക്കുകയാണ്. എണ്ണ തടവിയ ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് വീതം മാവ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ആദ്യത്തെ സെറ്റിൽ ഞാനൊരു 8 ഇഡ്ഡലിയാണ് തയ്യാറാക്കുന്നത്. ഇപ്പോൾ ഇത്രയും മാവ് നമുക്ക് ബാക്കിയുണ്ട്. ഒരു ഏകദേശം 3 ഇഡ്ഡലിക്കുള്ള ബാറ്റർ ബാക്കിയുണ്ട്. അപ്പോൾ വെള്ളം ഇവിടെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി തട്ട് ഇതിനുള്ളിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതൊരു 10 മിനിറ്റാണ് ഞാൻ സ്റ്റീം ചെയ്തെടുക്കുന്നത്. സാധാരണ നമ്മൾ ഇഡ്ഡലിയൊക്കെ തയ്യാറാക്കുന്നത് പോലെ തന്നെ. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇഡ്ഡലിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുറച്ച് തണുത്ത ശേഷം വേണം ഇതൊന്ന് ഇളക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിത് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള റവ ഇഡ്ഡലിയാണ്. ഇത് സാമ്പാറിൻ്റെ കൂടെയോ തേങ്ങാ ചട്നിയുടെ കൂടെയോ അല്ലെങ്കിൽ ടൊമാറ്റോ ചട്നിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയതാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ഒന്ന് തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കി നോക്കിയിട്ട് ഇഷ്ടമായാൽ ഫീഡ്ബാക്ക് കൂടി തരാനായിട്ട് മറക്കരുത്. ഞാൻ ഇതിനു മുമ്പ് ഓട്സ് ഇഡ്ഡലി തയ്യാറാക്കുന്നതിൻ്റെയൊക്കെ റെസിപ്പി പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് കൂടി ഞാനൊന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇപ്പോൾ ബാക്കിയുള്ള ആ 3 ഇഡ്ഡലിയും കൂടി ഒന്ന് തയ്യാറാക്കി എടുക്കുകയാണ്. റെസിപ്പികളൊക്കെ ഇഷ്ടമാകുന്നുവെങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്